1/2 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം ഇഞ്ചി, 2 വലിയ കുടം വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. 8 പച്ചമുളക് നന്നായി അരച്ചെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ അല്പം വിനാഗിരി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഒരു 1/4 ഭാഗം എടുത്ത് നന്നായി മിക്സ് ചെയ്ത് 2 കിലോ ചിക്കൻ ചെറുതായി നുറുക്കിയതിൽ ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഓയിലിൽ പൊരിച്ചെടുക്കാം. 2 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞ് വയ്ക്കുക. 1 തക്കാളി അരിഞ്ഞ് വയ്ക്കുക. 1 വലിയ ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് മുറിച്ച് വയ്ക്കുക. നേരത്തെ തയ്യാറാക്കിയ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റിൻ്റെ ബാക്കി ഭാഗം വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയ ശേഷം കനം കുറച്ചരിഞ്ഞ സവാള ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക. പിന്നീട് തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് വാടി വരുമ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഒരുപാടൊന്നും വാടണ്ട, ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസും സോയാ സോസും ആവശ്യമാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.